ഹലോ, ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആണേ. മുഖമൊക്കെ ഇങ്ങനെ കെട്ടി വയ്ക്കുന്ന കാണുമ്പോഴത്തേക്കും അറിയാമല്ലോ, കുറച്ച് പൊടി അടിക്കുന്ന പരിപാടിയാണ്. ആക്ച്വലി എനിക്കിങ്ങനെ ക്ലീൻ ചെയ്യണ സമയത്ത് ഇതണക്ക് മുഖത്തൊന്നും കെട്ടി വയ്ക്കുന്നതൊന്നും പറ്റാത്ത ആളാണ് കേട്ടോ. പക്ഷേ ഇതിപ്പോൾ ഒരു ശരിക്കും റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വീഡിയോയിൽ താഴെ കമൻറ്റ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഡീപ്പ് ക്ലീനിങ് വീഡിയോ ചെയ്യുമെന്നും പറഞ്ഞിട്ട്. അപ്പം ഫുൾ ഹോം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, അതിനുള്ളൊരു സമയം എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ എന്തായാലും റൂം ക്ലീൻ ചെയ്യണ ഒരു ടൈമും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് റൂം മാത്രം ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബെഡിൽ കിടന്ന ആമിയുടെ ടോയ്സ് എല്ലാം പറക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ ചെറിയ ചെറിയ കുറച്ച് ഐറ്റം ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ പറക്കി മാറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്റ്റിച്ച് അഴിക്കാൻ വേണ്ടി വെച്ചിരുന്ന കുറച്ച് ബ്ലൗസുകൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ കവറിലിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നേ. പിന്നെ കഴുകിയിട്ട് ഉണക്കിയിട്ട് ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ടുവന്ന കുറച്ച് തുണി അത് കറക്റ്റായിട്ട് എടുത്ത് ബോക്സിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി സാധനങ്ങളെല്ലാം അവിടെ നിന്ന് മാറ്റണം, ഇല്ലെങ്കിൽ പിന്നെ അതിലെല്ലാം പൊടിയായി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കണ്ടേ. ഇനി തലേണയുടെ കവറെല്ലാം എടുത്ത് മാറ്റിയണേ. അത് കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റെല്ലാം ഞാൻ കഴുകാനായിട്ട് കൊണ്ട് വച്ചിട്ടേ ക്ലീനിങ്ങിന് നിൽക്കുന്നുള്ളൂ. അപ്പോൾ അത് ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയി കഴുകിയിട്ടില്ലെങ്കിൽ ക്ലീൻ ചെയ്ത് കഴിയുമ്പം ഇത് പിന്നെ ഒരു വലിയ ജോലിയായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം മാറ്റിയ ഷീറ്റും ഇതെല്ലാം വേണ്ടി കഴുകാൻ വേണ്ടി ഇടണേ. ഞാനത് പൊതുവേ എപ്പോഴും ബെഡ്റൂമായാലും വേറെ എവിടെയെങ്കിലും ക്ലീൻ ചെയ്യുമ്പോഴായാലും നമുക്കിങ്ങനെ എടുത്തിട്ട് കഴുകിയിടാനോ വല്ലതും ചെയ്യാനുള്ള കുറച്ച് ഉണ്ടെങ്കിൽ അതെല്ലാം ഞാൻ ആദ്യം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്ത് വയ്ക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്തിട്ട് പിന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാൻ നിന്നാൽ ഒരുപാട് സമയം പോവും. അതുപോലെ തന്നെ ഞാൻ ഈ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് അത് കഴുകിയിട്ടിട്ടുണ്ടായിരുന്നേ. ആദ്യം ഞാൻ ഫാനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാര്യം അതിൽ ഉള്ള പൊടിയെല്ലാം തട്ടിക്കളഞ്ഞില്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് അത് ഞാൻ ചിലപ്പം വിട്ടുപോകും. അതുകൊണ്ട് ആദ്യമേ ഫാൻ അങ്ങ് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള പൊടിയും വലയെല്ലാം ഉണ്ടെങ്കിൽ അടിക്കും. പിന്നെ ബെഡ്ഷീറ്റ് ഇങ്ങനെ വെള്ളിയിൽ ഇട്ടേക്കുന്നതെന്ന് പറയുമ്പോൾ ആമിയുടെ കുറച്ച് ടോയ്സ് ഞാൻ ഇങ്ങനെ അവിടെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പൊടി വീഴാതിരിക്കാനാണ്. ഈ ഡോറിൻ്റെ ഈ മുകളിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ജനലിലൊക്കെ അടിക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ ബ്രഷ് ഭയങ്കര യൂസാണ് കേട്ടോ. പെട്ടെന്ന് പൊടിയൊക്കെ ഇങ്ങനെ നമുക്ക് തട്ടിക്കളയാൻ പറ്റും. പിന്നെ ഇങ്ങനെ തട്ടുന്നത് ഈ തുമ്മൽ അലർജിയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബ്രഷിട്ട് തട്ടാതെ ചെറിയൊരു നനവുള്ള തുണി കൊണ്ട് തന്നെ തുടച്ചിട്ട്, അത് പക്ഷേ കുറച്ച് പ്രാവശ്യം തുടയ്ക്കണം, ഈ അഴുക്കായിട്ടിരിക്കാതെ അങ്ങനെ തുടച്ചെടുക്കുകയാണെങ്കിൽ ഒരുപാട് പൊടി അടിക്കാതെ ചെയ്യാൻ പറ്റും. എനിക്കാണെങ്കിൽ നല്ല അലർജിയുടെ പ്രശ്നമുള്ള ആളാണ്. പക്ഷേ എന്നാലും ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ ഇതെനിക്ക് മുഖത്ത് തുണിയൊന്നും കെട്ടില്ല. എനിക്ക് അതാണ് കുറച്ചുകൂടെ ബുദ്ധിമുട്ട് തോന്നുന്നത്. പിന്നെ അതുപോലെ മുറിയൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജനലും വാതിലെല്ലാം നന്നായിട്ട് തുറന്നിട്ടിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം കുറേയൊക്കെ പൊടി അങ്ങ് പുറത്ത് പൊക്കോളും. ഇല്ലെങ്കിൽ പിന്നെ റൂമിൽ തന്നെ ഇത് കിടന്ന് കറങ്ങുമ്പോഴത്തേക്ക് നമ്മളത് ശ്വസിക്കുകയല്ലേ. ഞാൻ എപ്പോഴും ആദ്യം മറ്റേ ബ്രഷിട്ട് ഇതിനക്ക് പൊടിയെല്ലാം തട്ടിക്കളഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയ നനവുള്ള തുണി കൊണ്ട് ഒന്നുകൂടെ ഒന്ന് തുടയ്ക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറന്ന പൊടികളെല്ലാം വീണ്ടും അതിലൊക്കെ തന്നെ വന്ന് പറ്റിപ്പിടിക്കും. അത് സ്വിച്ച് ബോർഡ്, പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ റൂമിലൊട്ടിക്ക് ഫോട്ടോ ഫ്രെയിമൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അതുപോലെ തുടച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ ഡോറും ഒക്കെ ചെറിയൊരു നനവുള്ള തുണി കൊണ്ട് തുടയ്ക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ബെഡ്ഷീറ്റെല്ലാം എടുത്തിട്ട് കട്ടിലും ഒക്കെ വീണ പൊടികൾ തട്ടിക്കളയണേ. പിന്നെ ആഴ്ചയിലൊരിക്കൽ ഇതണക്ക് ഷീറ്റ് മാറ്റുന്ന സമയത്ത് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് പൊടി കാണില്ല. എന്നാൽ ഇവിടെ കുറച്ച് പൊടി കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പൊടി എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെ കട്ടിലിൻ്റെ അടിയിൽ അവിടെയൊക്കെ ഒന്ന് വലയടിച്ചിട്ട് അവിടെയെല്ലാം തൂത്തെടുക്കണേ. അപ്പോൾ ഇതിൻ്റെ ഈ ഇരിക്കുന്ന ഈ തുറപ്പെന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ നമുക്ക് നീളം കൂട്ടാനായിട്ടും കുറയ്ക്കാനായിട്ടും പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് വലയടിക്കാനും ഇങ്ങനെയൊക്കെ നീളം ദൂരമുള്ള സ്ഥലങ്ങളിലൊക്കെ തൂക്കാനൊക്കെ നന്നായിട്ട് പൊടി വരികയും ചെയ്യും കേട്ടോ. അതിട്ട് വലയടിക്കാനൊക്കെ നല്ല സുഖമാണ്. ഞാൻ ഇങ്ങനെ വലയൊക്കെ അടിച്ചിട്ട് ആ തട്ടിക്കളഞ്ഞ പൊടിയെല്ലാം കൂടെ ആദ്യം ഒന്ന് തൂത്ത് മാറ്റണേ. എനിക്കതൊന്ന് തൂത്ത് മാറ്റിയിട്ടേ ഇനി ബാക്കിയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എനിക്കിനി അവിടെ ഇരിക്കുന്ന ഒരു ഡ്രോയറും കൂടെയൊക്കെ പൊടി അടിക്കാനുണ്ട്. എങ്കിലും എനിക്കിതിങ്ങനെ ഇട്ടിട്ട് നിന്നിട്ട് ചെയ്യാനായിട്ട് ഇത്തിരി പാടായതുകൊണ്ട് ഞാൻ ആദ്യം ഇതെല്ലാം ഒന്ന് തൂത്ത് മാറ്റണം കേട്ടോ. തൂത്ത് തീർന്നിട്ട് ഇനി ആ ഡ്രോയറെല്ലാം ഒന്ന് തുടയ്ക്കണം. എല്ലാവരും തിരിച്ചായിരിക്കും, എല്ലാ പൊടിയുള്ള പരിപാടിയും തീർന്നിട്ടായിരിക്കും ഒരുമിച്ച് തൂക്കുകയുള്ളൂ. ഞാനെന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം ഈ വലയടിയും അങ്ങനെയുള്ള ചെറിയ പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് തൂത്ത് കളയും. എന്നിട്ട് പിന്നെ കുറച്ച് മാറ്റങ്ങൾ വരുത്തണതും ഒതുക്കാനുള്ളതും എല്ലാം കൂടെയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ പിന്നെ ആ ടോയ്സ് കെട്ടിയിട്ടിരുന്നതിനൊക്കെ ഞാൻ അഴിച്ച് മാറ്റിയേ, ഇനി ഇടണ്ടെന്ന് വിചാരിച്ച്. പിന്നെ ഇനി ഇപ്പുറത്തെ സൈഡിൽ ഇരുന്ന് പെട്ടിയെല്ലാം മാറ്റിയാണ്. എന്നിട്ട് ഈ ഡ്രോയറാണ് തുടയ്ക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിലങ്ങനെ വലിയ പൊടിയില്ലായിരുന്നു, എന്നാലും ചെറുതായിട്ടൊന്ന് തുടച്ച് വിടുകയാണ്. എനിക്കെന്ന് പറയുമ്പോൾ റൂമിൽ എപ്പോഴും കുറച്ച് ചേഞ്ചൊക്കെ വരുത്തിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ മോൾ വന്നതിന് ശേഷമാണ് അതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റാത്തത്. കാരണം നമുക്ക് എടുക്കാൻ സൗകര്യത്തിനായിരിക്കും എല്ലാം വച്ചേക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും അങ്ങനെ വരുത്താറില്ല. എന്നാലും ഇങ്ങനെ എടുത്ത് ക്ലീൻ ഇടയ്ക്ക് ചെയ്തില്ല എന്നെങ്കിൽ കുറച്ച് പാടാണ്. ഇപ്പോൾ ഇതിലുണ്ടാവും ശരിക്കുള്ള ഡ്രോയറിൻ്റെ കളറാണ് കുറച്ച് മുമ്പ് ആ സൈഡിൽ ശകലം കണ്ടത്. ബാക്കി ഫുൾ ഞാൻ പെയിൻ്റ് അടിച്ച് കൊളാക്കിയതാണ്. കൊളാക്കിയെന്ന് പറയാൻ പറ്റില്ല, നന്നായിട്ട് ഇരുന്നതാണ്. പിന്നെ എൻ്റെ ഈ ചേഞ്ച് വരുത്തൽ കാരണം കുറേയൊക്കെ അതിൻ്റെ പെയിൻറ്റ് പോയിട്ടുണ്ട്. എന്നിട്ട് ഇനി അതിൻ്റെ പൊടിയും കൂടെയൊക്കെ തൂത്ത് മാറ്റണേ.
പിന്നെ ആ മൂലയ്ക്കിരിക്കുന്ന ബോക്സിൽ അങ്ങനെ എൻ്റെ തുണികളാണ് ഇരിക്കുന്നത്. ഞാൻ എൻ്റെ തലേദിവസം ഇങ്ങനെ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ട് പിന്നെ നീക്കിയിട്ട് ചെയ്യാനായിട്ടില്ലായിരുന്നു, ജസ്റ്റ് തൂത്ത് പോകാനേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഈ മെഷീൻ, അതിലും ഞാൻ എപ്പോഴും പെട്ടെന്ന് എടുക്കുന്ന സാധനങ്ങളും പിന്നെ തയ്ക്കുന്നതിൽ കുറച്ച് സാധനങ്ങളുമാണ് എൻ്റെ പുറത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ തുടച്ച് കൊടുക്കണേ. തുടയ്ക്കുന്ന 2 റൗണ്ട് തുടയ്ക്കും കേട്ടോ. ആദ്യം ഇങ്ങനെ അഴുക്കെല്ലാം കളഞ്ഞിങ്ങനെ അങ്ങനെ തുടച്ച് പോയിട്ട് രണ്ടാമതൊന്നുകൂടെ നല്ല വെള്ളത്തിൽ വീണ്ടും തുടയ്ക്കും. കാര്യം ഇവിടെ ഈ പറഞ്ഞ കണക്ക് പൊടിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഒരു വെള്ളത്തിലൊക്കെ തുടച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അത്ര ക്ലീൻ ആവാതെ ഒരു ചെളിമയം പോലെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ 2 പ്രാവശ്യം തുടച്ചാലേ പൊടിയൊക്കെ നല്ലപോലെ പോവുള്ളൂ. പ്രത്യേകിച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് ഓടിച്ച് തുടയ്ക്കാനായിട്ടൊന്നും പറ്റില്ല. ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് അങ്ങനെയൊക്കെ തുടയ്ക്കുന്നത്. അല്ലാത്തപ്പോൾ നമ്മളിങ്ങനെ കട്ടിലിൻ്റെ ഇടയിലൊക്കെ എത്തി തുടയ്ക്കും. ബാക്കിയൊക്കെ പുറമേ കാണുന്ന സ്ഥലങ്ങളിൽ മാത്രം തുടച്ച് പോകും. അങ്ങനെയാണ് ഡെയിലിയൊക്കെ തുടയ്ക്കുമ്പോഴത്തേക്കുള്ളത്. ഞാൻ ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പം ഈ വീഡിയോ ചോദിച്ച കമൻ്റ് ഇട്ട കുട്ടിക്ക് ഇത് അത്ര അങ്ങോട്ട് സാറ്റിസ്ഫൈ ആയിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാൻ വയ്യ ക്ലീനിങ് വീഡിയോ. കാരണം ക്ലീനിങ് വീഡിയോ ഒക്കെ ഒരുപാട് കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാനും. അപ്പം എനിക്കിത് ചെയ്തത് എനിക്ക് അത്രയും അങ്ങ് സെറ്റായിട്ടില്ല. അപ്പോൾ ആ കുട്ടിക്കും അത് അത്രയും ഓക്കെ ആവുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ക്യാമറ കറക്റ്റായിട്ട് വയ്ക്കാനും വീഡിയോ എടുക്കാനും എല്ലാം ശീലമില്ലല്ലോ. അപ്പം അതെല്ലാം പഠിച്ചിങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പോൾ കറക്റ്റ് ആംഗിളിലെല്ലാം വയ്ക്കാനും അല്ലെങ്കിൽ കാണാൻ രസമുള്ള രീതിയിലൊക്കെ ക്യാമറ വയ്ക്കാനും എല്ലാം ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ക്ലീൻ എല്ലാം ചെയ്ത് കഴിഞ്ഞ് തറയെല്ലാം ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ തുടയ്ക്കുന്ന സമയത്ത് ഫാൻ ഇടും, തുടച്ച് തുടങ്ങുമ്പോഴേ ഫാൻ ഇട്ടേക്കും. അപ്പം കുറച്ചുകൂടെ പെട്ടെന്ന് അങ്ങ് ഉണങ്ങി കിട്ടും. അങ്ങനെ ബെഡ്ഷീറ്റെല്ലാം വിരിച്ച് പില്ലോ കവറെല്ലാം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വിരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം പഴയ പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാം ക്ലീനായി സെറ്റായിട്ടുണ്ട്. ബെഡിന് ഒരു 5 മിനിറ്റ് പോലും ഇങ്ങനെ കിടക്കില്ല. ആമിയെ ഇങ്ങനെ എടുത്ത് അവിടെ ആക്കി കഴിഞ്ഞാൽ അവൾക്ക് ചുറ്റും ഇനി കളിപ്പാട്ടമൊക്കെ എടുത്തിട്ടിട്ട് ഇവിടെ ഇപ്പം ഫുള്ളിങ്ങനെ തിരക്കാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ചെറിയൊരു ക്ലീനിങ് വീഡിയോ.